ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാംസങ്ങിൻ്റെ ഗാലക്സി M36 5G എന്ന ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എം സീരീസ്, സാംസങ്ങിൻ്റെ എം സീരീസിൻ്റെ ഒരു ലെഗസി നമുക്കറിയാം. നല്ല ഫോണുകളാണ്, സാംസങ്ങിൻ്റെ നല്ല ഫോണുകളാണ്. ഇതിന് താഴെ സാംസങ് എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നവരോട് എം സീരീസ് ഫോണുകൾ തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. പലപ്പോഴും ആമസോണിൻ്റെ സെയിലുകളൊക്കെ നടക്കുമ്പോൾ അതിനകത്ത് ഈ എം സീരീസ് ഫോണുകൾ നല്ല സെയിൽ വന്ന് കണ്ടിട്ടുണ്ട്, നല്ല ടോപ്പ് സെല്ലിംഗ് രീതിയിലേക്ക് വന്ന് കണ്ടിട്ടുണ്ട്. സോ നല്ല ഫോണുകളായിരുന്നു. ഇന്ന് നിങ്ങൾ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഫോൺ വേണം, നിങ്ങൾ സാംസങ് എടുക്കൂ എന്ന് നിർബന്ധത്തിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ M36 5G ഒന്ന് പരിചയപ്പെട്ട് വെച്ചോളൂ. പുതിയ സാംസങ് ഫോൺ തന്നെ വേണം, സാംസങ് എടുക്കൂ. അതും ഒരു 5-6 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അടക്കമൊരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ ഐറ്റം ഇതാണ്, പരിചയപ്പെടുത്തി തരാം. കണ്ടു നോക്കൂ, എന്നിട്ട് തീരുമാനിക്കൂ. സോ ഈ കാണുന്നതാണ് ഗാലക്സി M36 5Gയുടെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഡോക്യുമെൻറ്റേഷൻ, ചാർജിങ് കേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്, ഗാലക്സി M36 5G. സോ ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ ഈ ഫോൺ കിട്ടുമ്പോൾ ഇൻസ്റ്റാൻ്റ്ലി ഫീൽ ചെയ്യുന്നൊരു കാര്യം നല്ല പ്രീമിയം ഫിനിഷ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല പ്രീമിയം ഫീലാണ്. 7.7 mm ആണ് തിക്നെസ്, സ്ലിമ്മായ സ്ലീക്കായ ഡിസൈനാണ്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിലും ബാക്കിലൊക്കെ വരുന്നത്. സോ അത്യാവശ്യം ഡ്യൂറബിൾ ആയ ഒരു സെറ്റപ്പാണ്. കാണാൻ ഈ ലുക്ക്. കളർ 3 വരുന്നുണ്ട് കേട്ടോ. ഓറഞ്ച് ഹെയ്സ്, വെൽവെറ്റ് ബ്ലാക്ക്, പിന്നെ സെറീൻ ഗ്രീൻ, അങ്ങനെയുള്ള 3 കളറിലാണ് വരുന്നത്. താഴെ സ്പീക്കർ ഗില്ല്, അതേപോലെ ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു, ഫിംഗർ പ്രിന്റ് സെൻസർ അതിനകത്ത്. അതേപോലെ വോളിയം ബട്ടൺ കാണാം. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. നൈസാണ്. സോ വേറെ വിഷയമൊന്നുമില്ല. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഫ്രണ്ട് ഡിസൈൻ ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 20,000 റേഞ്ചിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് നിങ്ങൾ പറയാം. സോ ഓവറോൾ ഡിസൈൻ ഇങ്ങനെയാണ്. ഇതൊക്കെ കാണാൻ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ നോക്കുക. ഇനി ഇതിൽ മറ്റൊരു അഡ്വാൻറ്റേജ് മെയിൻ ആയിട്ടുള്ളത് സാംസങ്ങിൻ്റെ UI ആണ്. One UI 7 ആണ്. അതിനകത്ത് ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും നൗബാറൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. സോ അതൊക്കെ നൈസായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായ കാര്യമാണ്. അതിൻ്റെ ഒപ്പം തന്നെ സർക്കിൾ ടു സെർച്ച് പോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ എല്ലാ ഫോണുകളിലും വരുന്നുണ്ട്, ഇതിലും ഉണ്ട്. സോ നിങ്ങൾക്ക് അതൊക്കെ നൈസായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അതേപോലെ സൈഡ് ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ജെമിനൈ വരുന്നുണ്ട്. അതിൽ ജെമിനൈ ലൈവ് അടക്കം ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ജെമിനൈ ലൈവിൻ്റെ സ്ക്രീൻ. നമ്മളിതിൽ വീഡിയോ ഒക്കെ ഞെക്കിയിട്ട് നമുക്ക് സാധാരണ മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ ഇതിനോട് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ടേബിളിൽ ഇവിടെ സാംസങ്ങിൻ്റെ M36 ബോക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്, S25 അൾട്ര വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ടേബിൾ ഇങ്ങനെ ടേബിളിൽ ഇതിൻ്റെ വീഡിയോ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ കാണിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാം. ഇപ്പോൾ ഞാൻ വീഡിയോ പ്രസ് ചെയ്തിട്ടുണ്ട്. ജെമിനൈ, എൻ്റെ ടേബിളിലൊരു ബോക്സ് ഇരിക്കുന്നത്, ഒരു വൈറ്റ് ബോക്സ്, അത് ഏത് ഫോണിൻ്റെ ആണെന്ന് പറയാമോ? ടേബിളിൽ ഇരിക്കുന്നത് സാംസങ് ഗാലക്സി M36 5Gയുടെ ബോക്സ് ആണല്ലോ. M36 5Gയുടെ ബോക്സ് ആണെന്നാണ് പറയുന്നത്. M36 5G എപ്പോഴാണ് ലോഞ്ച് ആവണമെന്ന് അറിയോ? സാംസങ് ഗാലക്സി M36 5G 2025 ജൂലൈ 7 ലോഞ്ച് ചെയ്തത്. ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? വേണ്ട. ഇതുപോലെ നമ്മൾ ഡെസ്കിലോ അല്ലെങ്കിൽ എവിടെയാണ് ഉള്ള എന്ത് കാര്യമെന്ന് വെച്ചാൽ ഇത് ഓൺ ചെയ്തിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ഇതിനോട് നമുക്ക് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും കൃത്യമായിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കൃത്യമായിട്ട് ആൻസർ നമുക്ക് തരികയും ചെയ്യും. സോ വളരെ യൂസ്ഫുൾ ആയൊരു സംഭവമാണ് ഈ ജെമിനൈ ലൈവ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. പല ഫോണുകളിൽ അവൈലബിൾ ആണ്, ഇതിലും അവൈലബിൾ ആണ്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് AI ഫീച്ചർ, നോർമലി വരുന്ന AI ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഇമേജിൽ അൺവാണ്ടഡ് ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ AI ഇറേസർ വെച്ചുകൊണ്ട്, ഒബ്ജക്റ്റ് ഇറേസർ വെച്ചുകൊണ്ട് നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ സാധിക്കും. പിന്നെ AI സെലക്ട് പോലുള്ള ഫീച്ചറുകൾ, ഇതിൻ്റെ ഈ സൈഡ് ബാർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ തന്നെ AI സെലക്ട് കാണാം. ആ സെലക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിലുള്ള എന്ത് സാധനവും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഈസി ആയിട്ട് ആ ഭാഗം മാത്രം സെലക്ട് ആയി വരും. നമുക്കത് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം, ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ഉപയോഗിക്കാം. പിന്നെ AI ക്ലിപ്പർ, നമ്മൾ ഗാലറിയിലൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ അതിന് മാത്രമായിട്ട് ഇങ്ങനെ അടർത്തിയെടുത്ത് നമുക്ക് കോപ്പി ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് പറ്റും. പിന്നെ സാംസങ്ങിൻ്റെതായ മറ്റു ചില കാര്യങ്ങൾ, സാംസങ് വാലറ്റ്, നമുക്ക് ബാങ്ക് കാർഡുകളും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ച് ഇതിൽ നിന്ന് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്ന കാര്യം. അത് മാത്രമല്ല ഒട്ടനവധി ഡിജിറ്റൽ IDs കാര്യങ്ങളും ഒക്കെ, ടിക്കറ്റുകളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. സാംസങ് വാലറ്റ് വരുന്നുണ്ട്. സെക്യൂർ ഫോൾഡർ, നമുക്ക് നമ്മുടെ ഫയൽസും കാര്യങ്ങളൊക്കെ സെക്യൂർ ആക്കി വെക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന സെക്യൂർ ഫോൾഡറും ഇതിനകത്ത് ഫീച്ചറായിട്ട് അവൈലബിൾ ആണ്. പിന്നെ എല്ലാത്തിനും പുറമെ നോക്ക് സെക്യൂരിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി സെക്യൂർഡ് ആയ രീതിയിൽ ഫോൺ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ഫോണിന് വേണമെങ്കിൽ പരിഗണിക്കാം. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമോ എന്ന് ചിന്തിച്ച് നോക്കുക. ഇതൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പിന്നെ നല്ലൊരു ക്യാമറ പൊതുവെ സാംസങ്ങിൻ്റെ ഫോണുകളിൽ കാണാറുണ്ട്. 20,000 താഴെ വരുമ്പോൾ ഈ ഫോണിൽ കിട്ടിയ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാമറ 50 മെഗാപിക്സലിൻ്റെ സാമ്പിളുകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയ ഇമേജുകളാണ് കിട്ടുന്നത് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക. 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ്. 2 MP ആണ് മാക്രോ ക്യാമറ വരുന്നത്. അങ്ങനെയാണ് ട്രിപ്പിൾ ക്യാമറ. ഫ്രണ്ടിൽ 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. അതിൻ്റെ സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോ സാമ്പിൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. മെയിൻ ക്യാമറയിൽ 4K വീഡിയോ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. സെൽഫി ക്യാമറയിലും 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ സാമ്പിളാണ് ഈ കാണുന്നത്. സ്റ്റീരിയോ ഡെപ്ത് മാപ്പ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കിട്ടുന്ന ഫോട്ടോസൊക്കെ കുറച്ചും കൂടിയും ഡെപ്ത് കൂടിയ
നല്ല സെപ്പറേഷൻ ഒക്കെ ഉള്ള നല്ല തരത്തിലുള്ള ഫോട്ടോസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ, ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ One UI 7 ആണ്, ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്, 6 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും, അതേപോലെ തന്നെ 6 ഇയറിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. സോ കുറച്ച് ലോങ് ടൈമിലേക്ക് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സാംസങ് ഫോൺ നോക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനെ വേണമെങ്കിൽ പരിഗണിക്കാം. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റീഫ്രഷ് റേറ്റും വിഷൻ ബൂസ്റ്ററും ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്ന് വേറെ വിഷയങ്ങളൊന്നുമില്ല. നൈസായിട്ടുള്ള വിഷ്വൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്വാളിറ്റിയുടെ ഭാഗത്ത് വിഷയമൊന്നുമില്ല. ഈ ഫ്രണ്ട് ഡിസൈൻ മാത്രമാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാതെ പോയത്. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇനി ഇതിൽ വരുന്ന പ്രോസസർ Exynos 1380 ആണ്. അത്യാവശ്യം സ്മൂത്തായ പെർഫോമൻസ് കിട്ടും. നമുക്കറിയാം ഇതിന് മുമ്പത്തെ വെർഷൻ M35 ഉണ്ടായിരുന്നു, ഇത് തന്നെയാണ്. സോ വിഷയമൊന്നുമില്ലാതെ നൈസായിട്ട് യൂസ് ചെയ്യാൻ സാധാരണ യൂസിന് പറ്റും. അത്യാവശ്യമാണെങ്കിൽ ഗെയിമും കളിക്കാം. അസ്ഫാൾട്ട് പോലുള്ള ഗെയിമുകൾ ഞാൻ അവിടെ കളിച്ച് കാണിക്കാൻ, ജസ്റ്റ് ഇതവിടെ കണ്ടു നോക്കിക്കോളൂ. സോ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് നൈസായിട്ട് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. വേണമെങ്കിൽ ആ രീതിയിലും ചിന്തിക്കാം. പക്ഷേ ഇതൊരിക്കലും ഗെയിമിംഗ് ഫോണായിട്ട് ആരും എടുക്കരുത്. ഇത് സാധാരണ യൂസിന് ഒരു കുറച്ച് ലോങ് ടൈമിലേക്ക് 5-6 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ ആ ലെവലിലേക്കൊക്കെ നോർമൽ യൂസിന് വേണ്ടി എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. അതിൽ ഈ കണ്ട രീതിയിൽ ഗെയിമും കളിക്കാം. കാരണം ഇതിനകത്ത് വേപ്പർ ചേമ്പർ കൂളിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ഇത്തിരി ഗെയിമൊക്കെ കളിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. സോ സെറ്റപ്പ് ആയിട്ടിരിക്കും. പിന്നെ ബാറ്ററി 5000 mAh ആണ്, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, ഇതിന് മുമ്പത്തെ വെർഷൻ M35 6000 mAh ബാറ്ററി ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇതുപോലെ ഗെയിമൊക്കെ അത്യാവശ്യം കളിച്ച് സാധാരണ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം സുഖമായിട്ട് എത്തും. 5000 mAh ബാറ്ററിയുടെ ഫോണുകൾ നമുക്ക് അറിയാവുന്നതാണ്, സുഖമായിട്ട് ഒരു ദിവസം ലാസ്റ്റ് ചെയ്യും. സോ സാധാരണ ഒരു ദിവസം കിട്ടുന്ന ഒരു ബാറ്ററി ലൈഫാണ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതുപോലെ ചാർജറൊന്നും ബോക്സിലില്ല, അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. സോ ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം നോക്കി കഴിയുമ്പോൾ ഒരു സാധാരണ സാംസങ് ഫോൺ, സാധാരണ യൂസിന് വേണ്ടി നിങ്ങൾ സാംസങ് ഫോൺ നോക്കുന്നു, നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു 5-6 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ കിട്ടുമെന്നുള്ളത് കൊണ്ട് ലോങ് ടൈമിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാംസങ് ഫോൺ ഞങ്ങൾ എടുക്കും എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടി 20,000 താഴെ സാംസങ് ഇറക്കിയിരിക്കുന്നു. കൃത്യമായ വില എനിക്കിപ്പോഴേക്ക് അറിയില്ല, അറിയുന്ന വഴിക്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കുക, ഇഷ്ടമായെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. ഞാനൊരു അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ, ഇത് എങ്ങനെയുണ്ട് ഈ സംഭവം എന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ് ഗാലക്സി M36 5G എന്ന ഫോണിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ കാണാം.